സദൃശ്യവാക്യങ്ങൾ അധ്യായം 11. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. കള്ളത്തുലാസ് ദൈവത്തിന് വെറുപ്പുള്ളത്, ശരിയായ തൂക്കമോ അവന് പ്രസാദം. മോഹാതുരത വരുമ്പോൾ നാണക്കേടും വരുന്നു, എന്നാൽ വിനീതനോ വിജ്ഞാനമുണ്ട്. നേരുള്ളവരുടെ നിഷ്കളങ്കത അവരെ അഭിവൃദ്ധിപ്പെടുത്തും, എന്നാൽ ദ്രോഹികളുടെ വികടമായ പ്രവർത്തനം അവർക്ക് നാശം വരുത്തും. ക്രോധ ദിവസത്തിൽ ധനം കൊണ്ട് ഒരു പ്രയോജനവുമില്ല, നീതിയോ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കും. നേരുള്ളവൻ്റെ നീതി അവനെ വഴി കാണിക്കും, ദുഷ്ടനോ അവൻ്റെ ദുഷ്ടതയാൽ വീണുപോകും. നീതിമാന്റെ നീതി അവനെ വിടുവിക്കും, അതിക്രമികളോ അവരുടെ ദുഷ്പ്രവർത്തികളാൽ പിടിക്കപ്പെടും. ദുഷ്ടന്റെ മരണത്തോടുകൂടി അവൻ്റെ പ്രതീക്ഷ നശിച്ചു, അനീതിയുള്ളവൻ്റെ ആശകളെല്ലാം നശിച്ചു പോകും. നീതിമാൻ പ്രയാസങ്ങളിൽ നിന്നും രക്ഷിതനാകും, ദുഷ്ടൻ അവന് പകരം അകപ്പെടുന്നു. അക്രമം പറയുന്നവൻ അവൻ്റെ വായ്കൊണ്ട് അയൽക്കാരനെ നശിപ്പിക്കും, നീതിമാനോ അവൻ്റെ പരിജ്ഞാനം മൂലം ശക്തനാകും. നീതിമാന്റെ നന്മയാൽ നഗരം ആഹ്ലാദിക്കുന്നു, ദുഷ്ടൻ നശിക്കുമ്പോഴോ ആർപ്പുള്ളി ഉയരുന്നു. നേരുള്ളവൻ്റെ അനുഗ്രഹം നിമിത്തം നഗരം അഭിവൃദ്ധി നേടുന്നു, പക്ഷേ ദുഷ്ടന്റെ വായ നിമിത്തം അത് മറിച്ചിടപ്പെടുന്നു. വിജ്ഞാനമില്ലാത്തവൻ അയൽക്കാരനെ നിന്ദിക്കുന്നു, വിവേകി നിശബ്ദനായിരിക്കും. ഏഷണിക്കാരൻ രഹസ്യങ്ങൾ പരസ്യമാക്കുന്നു, വിശ്വസ്തനോ കാര്യം മറച്ചു വയ്ക്കുന്നു. ശരിയായ നേതാവില്ലാത്തിടത്ത് ജനം വീണുപോകും, നല്ല ആലോചനക്കാരുടെ ആധിക്യത്തിൽ രക്ഷയുണ്ട്. ദുഷ്ടൻ എല്ലായിടത്തും നീതിമാനെ ഉപദ്രവിക്കും, പ്രത്യാശയുള്ളവരെ അവന് വെറുപ്പാണ്. കരുണയുള്ള സ്ത്രീ ഭർത്താവിൻ്റെ മാനം കാക്കും, സത്യവിദ്വേഷിയായ സ്ത്രീ അവമാനത്തിൻ്റെ ഇരിപ്പിടമത്രേ. ദയാലുവായ മനുഷ്യൻ സ്വപ്രാണനു തന്നെ നന്മ ചെയ്യുന്നു, ക്രൂരനാകട്ടെ സ്വന്തം ജഡത്തെ ഉപദ്രവിക്കുന്നു. ദുഷ്ടൻ ചെയ്യുന്നത് വഞ്ചനാപരമായ ജോലിയാണ്, നീതി വിതയ്ക്കുന്നവനോ സുനിശ്ചിതമായ പ്രതിഫലമുണ്ട്. നീതി ജീവനിലേക്ക് ആനയിക്കുമ്പോൾ തിന്മ ചെയ്യുന്നവൻ സ്വന്തം മരണത്തിലേക്ക് പായുകയാണ്. ധിക്കാര ഹൃദയമുള്ളവൻ ദൈവത്തിന് വെറുപ്പ്, അവരുടെ വഴികളിൽ നേരുള്ളവരോ തൻ്റെ ആനന്ദമത്രേ. ദുഷ്ടന് ശിക്ഷ വരാതിരിക്കയില്ല, പന്നിയുടെ മൂക്കിലെ പൊന്നുമൂക്കുത്തി പോലെ തന്നെയാണ് വിവേകമില്ലാത്ത സുന്ദരിയും. നീതിമാന്റെ ആഗ്രഹം നന്മ മാത്രമാണ്, ദുഷ്ടന്റെ പ്രതീക്ഷയോ ക്രോധമത്രേ. ഒരുവൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു തന്നെ വരുന്നു, മറ്റൊരുവൻ സ്വന്തമല്ലാത്തത് പിടിച്ചു വെച്ചിട്ടും ദാരിദ്ര്യമേയുള്ളൂ. ഔദാര്യമായി നൽകുന്നവൻ പുഷ്ടി പ്രാപിക്കും, ശബ്ദൻ കൂടുതൽ ശബ്ദനാകും. ധാന്യം പൂട്ടിയിട്ട് കൊണ്ടിരിക്കുന്നവൻ ശത്രുക്കൾക്കായിട്ടാണ് അത് സൂക്ഷിക്കുന്നത്, അതേ വിൽക്കുന്നവൻ്റെ ശിരസിന്മേലോ അനുഗ്രഹമുണ്ടാകും. ഉത്സാഹപൂർവം നന്മയെ അന്വേഷിക്കുന്നവന് ആനുകൂല്യം കിട്ടും, തിന്മയെ തിരയുന്നവനോ അതുതന്നെ കിട്ടും. തൻ്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീണുപോകും, നീതിമാനോ പച്ചയായ കൊമ്പ് പോലെ തഴച്ചു നിൽക്കും. തൻ്റെ സ്വന്തം ഭവനത്തെ വഴക്കിൽ
പണിയുന്നവൻ്റെ മക്കൾക്ക് നെടുവീർപ്പാണ് ഫലം. സ്വഭവനക്കാരെ ഉപദ്രവിക്കുന്നവന് കിട്ടുന്നത് വായുവത്രേ. ഭോഷൻ ജ്ഞാനഹൃദയമുള്ളവൻ്റെ ദാസനായി തീരും. നീതിമാന് കിട്ടുന്ന ഫലം ഒരു ജീവവൃക്ഷത്തിൻ്റെതായിരിക്കും. അധർമ്മികളുടെ ജീവൻ ചിതറിപ്പോകും. നീതിമാൻ പ്രയാസത്തോടെ ജീവിക്കും. അങ്ങനെയെങ്കിൽ ദുഷ്ടനും പാപിക്കും എവിടെയാണ് സ്ഥാനം? ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.